ഇന്നൊരു സൺഡേ ഈവനിങ് ആണേ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കൊക്കെ ശേഷം ഞങ്ങളുടെ റംബുട്ടാൻ തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ്. എല്ലാ വർഷത്തെ അത്രയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് മഞ്ഞ കളറായി വരുന്നതേ ഉള്ളെങ്കിലും എന്നും വൈകിട്ട് ഇപ്പോൾ ഇത് പിച്ചി കഴിക്കലാണ് അവരുടെ പ്രധാന ജോലി. അപ്പോൾ ഇത് സീഡിൽ നിന്ന് വിട്ട് വരുന്നത് കൊണ്ട് കുറച്ച് മധുരക്കുറവുണ്ടെങ്കിലും നല്ല റെഡ് കളറായാലേ ഇതിന് മധുരം വരുള്ളൂ. എങ്കിലും ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്, പുളിപ്പൊന്നും ഇല്ലാത്തതാണല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന റംബുട്ടാൻ്റെ ഫുള്ള് ചൂട് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവൊന്നും അല്ല കേട്ടോ. മൊത്തം പിളർന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് 1-2 എണ്ണമൊക്കെ നമുക്ക് കഴിക്കാൻ പാകമായി കിട്ടാറുള്ളൂ. അപ്പോൾ ഈ റംബുട്ടാൻ മരത്തിൽ നിന്ന് നമുക്ക് ഈ പ്രാവശ്യം ഫ്രൂട്ട്സ് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. എങ്കിലും നമുക്ക് നമ്മുടെ N18 ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊതിക്ക് കഴിക്കാനുള്ളത് കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും റംബുട്ടാനോ ഇങ്ങനെയൊക്കെ ആയി എങ്കിൽ കുറച്ച് നല്ല വയണയിൽ നിൽക്കുന്ന കണ്ടു. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വയണയില എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കിത് വെച്ച് ഇലയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ രാത്രി ഞങ്ങൾ കുറച്ചധികം ഇലയപ്പം ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ട് നല്ല ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇനിയൊരു ജോലിയുണ്ട്. ഞായറാഴ്ച ഇന്ന് തീരാൻ പോവാണ്. ഇനിയൊരു ജോലിയുണ്ട്. കുറേ ദിവസമായിട്ട് നടക്കാതെ ഇങ്ങനെ വീണ്ടും ഓരോ ദിവസവും വൈകി പോകുന്നതുകൊണ്ട് നടക്കാത്ത ഒരു കാര്യം. എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയി അതിവിടെ ചെയ്യാമെന്ന് വെച്ചു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കുഞ്ഞൂസിൻ്റെ മുടി ഒന്ന് വെട്ടണം. അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യില്ലേ. അപ്പം വയർ നിറച്ച് എല്ലാവരും കഴിച്ചു. ഇശാലുവിൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. അവൾക്ക് ഈ ദോശ അപ്പം ഇതിനേക്കാളിലും ഒക്കെ ഇഷ്ടം ഇലയപ്പം ഒക്കെയാണ്. ഈ മധുരം ഉള്ളതാണ്. എപ്പോഴും ഒന്നും ഉണ്ടാക്കാൻ പറ്റാറില്ല. പിന്നെ നമ്മൾ സലൂണിലേക്ക് പോയി. ഈ കുഞ്ഞൂസാണെങ്കിൽ നല്ല ചിരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇശാലു ആണെങ്കിൽ കരഞ്ഞ് കുളമാക്കുമായിരുന്നു. ഞങ്ങൾ ക്യാൻഡിയൊക്കെ കൊണ്ടാണ് മുടി വെട്ടിക്കുന്നത്. പക്ഷേ കുഞ്ഞൂസിന് മുടി വെട്ടുമ്പോൾ ചിരിയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചധികം കണ്ണിലേക്ക് ഇറങ്ങി കിടപ്പുണ്ട്. ഞാൻ കുറച്ച് നന്നായിട്ട് അങ്ങ് വെട്ടിച്ചു. ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമല്ലേ. അപ്പോൾ നന്നായിട്ട് വെട്ടിച്ചിട്ട് അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പുതിയ ജ്യൂസ് കട കണ്ടു. അപ്പോൾ ഇലയപ്പം വയറ് നിറഞ്ഞിരിക്കുമല്ലേ, നമുക്ക് ഓരോ മൊജറ്റോ വാങ്ങി കുടിക്കാമെന്ന് വെച്ചു. അവർക്ക് രണ്ടുപേർക്കും വാട്ടർ മെലോണും ഗ്രീൻ ആപ്പിളും. ഇശാലുവിന് ഗ്രീൻ ആപ്പിളും ഇഷ്ടപ്പെട്ടു, കുഞ്ഞൂസിന് വാട്ടർ മെലോണും ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും പരസ്പരം ഷെയർ ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അവരവർക്ക് കിട്ടിയ ജ്യൂസ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇശാലുവിന് വാട്ടർ മെലോൺ ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ഞങ്ങളുടെ നൈറ്റ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.